എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം കൂടെ, അതായത് മാധ്യമങ്ങളോടും കൂടിയാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, പേരും കൂടെ തന്നെ പറയാം, ഡോക്ടർ അരുൺകുമാറിനെ പോലൊരു വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട്? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയിലെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ്, നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ ചോദിച്ചത്? അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല. പോക്സോ കേസിൽ 1-ാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ 2 ആഴ്ച ജയിലിൽ കിടക്കും. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പാലഭിഷേകം നടത്താൻ വേണ്ടി ഇന്ന് മെൻസ് അസോസിയേഷനും അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. പക്ഷെ പോലീസ് അത് തടഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ കമാൽ പാഷ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് പരിശോധിക്കണമെന്നും ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് അടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് രാഹുൽ ഈശ്വറിനെ കമാൽ പാഷ പറഞ്ഞ എന്ത് കാര്യമാണ് പ്രകോപിപ്പിച്ചത്? അതായത് രാഹുൽ ഈശ്വർ പറയുന്നു കമാൽ പാഷ ഷാരോണിനെ കുറിച്ച് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പറയുമ്പോൾ തന്നെ ഷാരോണിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതിനിധി പറയുന്നുണ്ട്, അദ്ദേഹം ഇത്തരത്തിൽ ഷാരോണിനെ മോശമായി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിധിയെ വന്ന അന്ന് മുതൽ ഗ്രീഷ്മയുടെ ഭാഗം കേൾക്കുന്നില്ല, എന്തിനാണ് ഷാരോൺ വീട്ടിലേക്ക് പോയത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കമാൽ പാഷ സദാചാരവാദം അദ്ദേഹം എവിടെയോ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു സംസാര രീതി, ഷാരോണിന്റെ അച്ഛനും അമ്മയുടെയും വേദന കാണാൻ കമാൽ പാഷയ്ക്ക് കഴിയുന്നില്ല. ഒരുപാട് വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു ചെറിയ കാര്യം തന്നെയാ ഈ കമാൽ പാഷയുടെ വാക്കുകളിൽ നിന്ന് തെളിയുന്നത്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും ഒക്കെ ഒരു തരത്തിലല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും, ഇനി അഥവാ അങ്ങനെ സ്നേഹിച്ചാൽ തന്നെ അവർക്ക് മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ ഇവരെയൊക്കെ കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തും ചെയ്യാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പരോക്ഷമായ വാചകങ്ങളാണ് കമാൽ പാഷയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതെ, അത് പറയുന്നത് ഷാരോണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ മോശം വീഡിയോ ഉണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ കല്യാണം മുടക്കാൻ ഷാരോൺ ശ്രമിച്ചു, അതുകൊണ്ട് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടി ഗത്യന്തരമില്ലാതെ അയാളെ കൊന്നു എന്നൊക്കെയാണ് ന്യായീകരിക്കുന്നത്. ഇത് നേരെ തിരിച്ച് ഷാരോൺ ആണ് പ്രതിയും അദ്ദേഹത്തെ പുരുഷന്മാർ ന്യായീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായനെ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. മാത്രമല്ല ചാനൽ ചർച്ചകൾ ഇരുന്നു കൊണ്ട് ഷാരോണിനെ കുറിച്ച് കമാൽ പാഷ പച്ചക്കള്ളം പറയുകയാണ്. കോടതി വിധിയിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും അദ്ദേഹം കള്ളം പറയുകയാണ്. മരിച്ച ആളെ അവഹേളിക്കുകയാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഷാരോണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഗ്രീഷ്മ കമാൽ പാഷ പറയുന്നത് കേട്ടിട്ട് ഗ്രീഷ്മ ഇരയും ഷാരോൺ വേട്ടക്കാരനും എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഷാരോൺ വധക്കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിന് പാലഭിഷേകം നടത്താനെത്തിയ മെൻസ് അസോസിയേഷനെ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തടഞ്ഞതോടെ വലിയ വിമർശനവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. കോലം കത്തിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഒത്തുകൂടിയത് എന്നും ബഹുമാനപ്പെട്ട ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുന്നത് തടഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഇവിടെ നിന്ന് കട്ടൗട്ടും പാലും എടുത്തുകൊണ്ടുപോകാൻ പോലീസുകാർ കാണിച്ച ആർജവം നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയ യുവതിക്കെതിരെ കേസെടുക്കാൻ കാണിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. ഈ നാട്ടിൽ പുരുഷ കമ്മീഷന്റെ ആവശ്യകത ഉയർന്നു വരികയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നതെങ്കിൽ ഇതിനുശേഷം ഷാരോണിനെ ന്യായീകരിച്ച് സംസാരിച്ചാൽ ജയിലിലിടില്ലേ? എന്നാൽ ഹൈക്കോടതി മുൻ ജഡ്ജിയായ കമാൽ പാഷ ഈ വിഷയത്തിൽ ഗ്രീഷ്മയെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ഗത്യന്തരമില്ലാതെ ഷാരോണിനെ കൊന്നതാണ് ഗ്രീഷ്മ. എന്തിനാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ പോയത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിച്ച് മരിച്ചുപോയ ഒരാളെ അപമാനിക്കുകയാണ് ജസ്റ്റിസ് കമാൽ പാഷ ചെയ്തത്. എന്നിട്ട് എത്ര പേർ പ്രതിഷേധിച്ചു? ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കുമോ? ടിവിയിൽ ചിലർ സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ വേട്ടക്കാരനാണെന്ന് തോന്നും, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, മറ്റു മാർഗങ്ങളില്ലായിരുന്നു എന്നെല്ലാമാണ് പറയുന്നത്. പോലീസുകാർ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നാളെ നിങ്ങളുടെ നേർക്ക് ആരെങ്കിലും കള്ളക്കേസ് കൊടുത്താൽ ഞങ്ങളെപ്പോലെ കുറച്ചുപേർ മാത്രമേ കൂടെ ഉണ്ടാകൂ. അത് ഓർക്കുക.
ഓർത്താൽ നന്ന്. അല്ല, ഈ ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരു പുരുഷനാണ് ഇത് ചെയ്തതെങ്കിൽ അവന് പറ്റിപ്പോയി എന്ന് പറയാറില്ലല്ലോ. ഇല്ല, സാധാരണമായി സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാറില്ല. മാത്രവുമല്ല, ഈ ഗ്രീഷ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഷാരോണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ ഏതെങ്കിലും തരത്തിലുള്ള നഗ്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ഉണ്ട് എന്നുള്ളത് ഇവിടെ ആരോപണം മാത്രമാണ്. ഒരു തെളിവും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയത് എനിക്ക് എന്തെങ്കിലും അറിയാമോ? അന്വേഷണ സംഘത്തിന് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഷാരോണിന്റെ ഫോണ്, അവരുടെ സഹോദരന്റെ ഫോണൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയിൽ പ്രതിഭാഗം പ്രത്യേകമായിട്ട് അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ആരോപണമാണ്. എങ്ങനെ ആരോപണം? ഒരു കേസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിഭാഗം മെനഞ്ഞെടുത്ത ഒരു കഥ, അത് വന്നിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. എന്താണ് മാർഗമില്ലാത്തത്? ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുത്താൽ ഈ പറയുന്ന ആളുകളെ വിളിപ്പിച്ചിട്ട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോവാവുന്ന കേസല്ലേ ഈ കാര്യത്തിലുള്ളൂ, അല്ലേ? സ്വാഭാവികമായും അതേ ഉള്ളൂ. അവിടെ അങ്ങനെ ചെയ്യാതെ ഇവർ ഈ പറയുന്ന നഗ്ന വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാട് ഇവർ സ്വീകരിച്ചത്. 2, നഗ്ന വീഡിയോ ഇനി അഥവാ ഷാരോണിൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, തെളിവുമില്ല, പക്ഷെ ഞാൻ ഉദാഹരണം പറയാണ്. അങ്ങനെ ഉണ്ട് എന്ന് കരുതുക. ആരാണത് അതിന് സാഹചര്യം ഒരുക്കിയത്? ഷാരോൺ ഒറ്റയ്ക്ക് പോയി സാഹചര്യം ഒരുക്കുകയാണോ? അല്ലല്ലോ. ഷാരോണിനെ ലൈംഗിക ബന്ധത്തിനായി വിളിച്ചു വരുത്തിയതിൻ്റെ വാട്സപ്പ് ചാറ്റ് കയ്യിലുണ്ടല്ലോ, കയ്യിലുണ്ട്. അങ്ങനെ ലൈംഗിക ബന്ധത്തിന് വിളിച്ചു വരുത്തുന്ന വാട്സപ്പ് ചാറ്റ് കയ്യിലുള്ള ഇവൾ തന്നെയാണ് ഈ കാര്യത്തിൽ പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവൾക്ക് ഒരു കല്യാണം ഉറപ്പിച്ച് മറ്റൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് പട്ടാളക്കാരനുമായി ഉറപ്പിച്ച് ആ ചെറുപ്പക്കാരനെ ഇവൻ വെച്ചു കൊടുത്തതിനെ കാണാൻ പോയിരുന്നു. അത് നമ്മൾ അറിഞ്ഞ കാര്യം. സഹോദരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റു ചില ബന്ധങ്ങളും കൂടി, അതെ, മറ്റു ചില ബന്ധങ്ങളും കൂടി ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ എല്ലാം കൂടി പരിശോധിക്കണ്ടേ ഈ കാര്യത്തില്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാകുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അത് ബ്രില്യൻ്റ് ആയിട്ട് ഇത് എക്സിക്യൂട്ടീവ് ചെയ്തു എന്നുള്ളതും ഒരു പുരുഷന്റെ, ഒരു സഹോദരന്റെ, ഒരു ചെറുപ്പക്കാരന്റെ, താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയിതാവിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ പഴുത്ത് ഉരുകി ദ്രവിച്ച് പുറത്തോട്ട് പോകുന്ന സ്ഥിതിയിലേക്കായിട്ട് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ നരകയാതനയും വേദനയും കൊടുത്തുകൊണ്ടാണ് ഇവൾ കൊന്നുകളഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാവുന്നത്, അല്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ധന്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായി നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അപകടങ്ങളോ വിഷാംശമോ ഒക്കെ ശരീരത്തിൽ ചെന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് ഓക്സിജൻ തരും. ഓക്സിജൻ തരുന്ന അറിയാമല്ലോ. അങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓക്സിജൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ കൊടുക്കുന്നത്. പക്ഷേ ഇവൾ ഷാരോണിന് കൊടുത്ത വിഷത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ വിഷം ഉള്ളിൽ കഴിച്ച ആളുകൾക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റില്ല. കാരണം ഓക്സിജൻ കൊടുത്താൽ അയാൾക്ക് ഒരുപക്ഷെ ബ്രെയിൻ ഹെമറേജ് സംഭവിക്കാം, ശ്വാസം നിന്നു പോകാം, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഓക്സിജനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ അതിൻ്റെ മെറ്റബോളിസം ശരിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ, അതിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം തകർത്ത് കളയുന്ന ഒരു വിഷമാണ് ഉള്ളിൽ ചെന്നത്. നോക്കൂ, ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ, ആശുപത്രിയിൽ എത്തുമ്പോൾ ഓക്സിജൻ മാസ്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഓക്സിജൻ കൊടുക്കാനാവാതെ ശ്വാസത്തിന് വേണ്ടി പടഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കണേ. കൊല്ലുമ്പോൾ ഇങ്ങനെ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ഇവൾ ചില്ലറക്കാരിയാണോ? ഇങ്ങനെയാണോ? ഇതാണോ ഈ പറയുന്ന കൊച്ചുകുട്ടിയാണ്, തേങ്ങയാണ് എന്ന് പറയുന്നത്? 22ാമത്തെ വയസ്സിലാണ് ഇവൾ ഈ ക്രൂരത ചെയ്തത്. ഒരു കുത്തുകൊണ്ട് ഷാരോണിനെ കൊന്നിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇത് പറയില്ലായിരുന്നു. വേറൊരു രീതിയിലാണെങ്കിൽ നമ്മളിത് പറയില്ലായിരുന്നു. ഇത് ബ്രില്യൻ്റ് ആയിട്ടാണ് ഇവൾ ഇത് ചെയ്തത്. നാളെ ഇവൾ ഇതല്ല, ഇതിനപ്പുറം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ജഡ്ജിയുടെ ബാനറിൽ കട്ടൗട്ടിലൊന്നും പാലഭിഷേകവും തേനാഭിഷേകവും നടത്താൻ പോകരുത്. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെതായി മുദ്ര കുത്തപ്പെടും. ഒരു ജഡ്ജിക്കും ഇങ്ങനെ വിധിക്കാൻ പറ്റില്ല. 2 സ്പ്ലിറ്റായി മാറും. അതൊക്കെ തോന്നിവാസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.